ഒരു കാലത്ത് മലയാളിയുടെ ഇഷ്ടതാരമായിരുന്നു കാവ്യ മാധവൻ. തൻ്റെ ആദ്യത്തെ ക്രഷ് ആരെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ഇപ്പോൾ. ദിലീപിനെ വിവാഹം കഴിച്ചതിന് പിന്നാലെ അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ഇത്രയും നാളും താരം. സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് കാവ്യയുടെ ഒരു അഭിമുഖത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. നടി രോഹിണി അവതാരകയായി എത്തിയ ഷോയിൽ തനിക്ക് ആദ്യം ക്രഷ് ഉണ്ടായ നടനെക്കുറിച്ചിട്ടാണ് കാവ്യ സംസാരിച്ചത്. അത് കുഞ്ചാക്കോ ബോബനായിരുന്നു. അന്ന് കൂടെ പഠിച്ച കൂട്ടുകാരികളും ചാക്കോച്ചൻ്റെ ആരാധകന്മാരായിരുന്നു. അഭിനയിക്കുകയാണെങ്കിൽ ചാക്കോച്ചൻ്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിൽ നോട്ട് മുഴുവൻ എഴുതിത്തരാമെന്ന് അന്ന് പറഞ്ഞിരുന്നു. ഇതിനിടെ കാവ്യയെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ. സഹയാത്രികർക്ക് സ്നേഹപൂർവ്വം, ദോസ്ത് എന്നീ സിനിമകളിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതെന്ന് കുഞ്ചാക്കോബൻ ഉള്ളു തുറന്ന് സംസാരിച്ചു. സിനിമയിൽ എണ്ണത്തിൽ കാര്യമില്ലെന്ന് തെളിയിക്കുന്നത് പോലെയാണ് ഞാനും കാവ്യയും തമ്മിലുള്ള സൗഹൃദമെന്നാണ് കുഞ്ചാക്കോബൻ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞത്. കാവ്യയും എൻ്റെ ഭാര്യയും തമ്മിൽ വലിയ സൗഹൃദമാണ്. തുടക്ക സമയത്ത് കാവ്യ എൻ്റെ വലിയൊരു ആരാധികയായിരുന്നെന്ന് പറഞ്ഞ് പലരും തന്നെ കളിയാക്കിയിരുന്നതായി കാവ്യ തന്നെ കുഞ്ചാക്കോബനോട് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് കാവ്യ എന്നെ ഫോണിൽ വിളിക്കുകയും ഇതോടെ കാവ്യ എന്തിനാണ് നിങ്ങളെ വിളിക്കുന്നതെന്ന് ഭാര്യ പ്രിയ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരികളാണ്. അവർ തമ്മിൽ 24 മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ പ്രിയയും കാവ്യയും തമ്മിൽ 24 മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ടെന്നും അങ്ങനത്തെ ഒരു സൗഹൃദ ബന്ധം ഞങ്ങൾക്കിടയിൽ ഇന്നുമുണ്ടെന്നും കുഞ്ചാക്കോബൻ പറഞ്ഞിരുന്നു. ഇതേപോലെ സെലിബ്രിറ്റികളുടെ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകൂടാനും മറക്കല്ലേ.